വെൽക്കം ടു ട്രൈഡു. നമുക്ക് വരുന്ന ആഴ്ചയിൽ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. മന്ത്ലി ചാർട്ട് എടുത്തിരിക്കുന്നത് ഡയറക്ഷൻ മനസ്സിലാക്കാനാണ്. മന്ത്ലി ചാർട്ടിൽ നോക്കുന്ന സമയത്ത് ഓവറോൾ മാർക്കറ്റ് ബുള്ളിഷ് തന്നെയാണ്. ഈ ഒരു മാസം കുറച്ച് വീക്ക്നെസ് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും മാർക്കറ്റ് കാര്യമായി താഴോട്ടേക്കൊന്ന് ഇറങ്ങി വന്ന് ഒരു ബെയറിഷിന്റെ സൈൻ ഒന്നും കാണിച്ചിട്ടില്ല. മന്ത്ലിയിൽ നോക്കിയാൽ കാണാം, കഴിഞ്ഞതിന്റെ മുന്നത്തെ മാസത്തിന്റെ ക്ലോസിൽ വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്തിട്ട് ഒരു ഇൻഡിസിഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു സപ്പോർട്ട് എടുത്ത ഏരിയനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് വീക്കിലിയിൽ പോവാം. വീക്കിലിയിൽ പോയിട്ട് മറ്റു പ്രധാനപ്പെട്ട ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. വീക്കിലിയിൽ വരുമ്പോൾ സപ്പോർട്ട് എടുത്ത ഏരിയ നോക്കിയാൽ കാണാം, കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ വീക്കിലിയിൽ മനസ്സിലാവുന്നുണ്ട്. നോക്കിയാൽ കാണാം, അവിടെ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സപ്പോർട്ടിൽ വന്നിട്ടാണ് വീക്കിലിയിൽ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീക്കിലിയിൽ മറ്റൊരു കാര്യം മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ലെവലാണ്. ഈ ലെവലിന്റെ കാര്യം നോക്കിയാൽ കാണാം, ഇവിടെ ഇതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. ഓരോ തവണ മുകളിൽ പോയിട്ട് താഴോട്ടേക്ക് തന്നെയാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പൊ അതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ ആ ഒരു ലെവലിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 3339.797 ആണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത സപ്പോർട്ടിന്റെ പ്രൈസ് നോക്കാം. അതും 3135.420 ആണ്. വീക്കിലിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയും കൂടി മാർക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ലെവലാണ്. നോക്കിയാൽ കാണാം, ഈ ഒരു ലെവലിന്റെ പ്രത്യേകതയും ഈ മുകളിൽ പറഞ്ഞ പോലെ തന്നെ അതിന്റെ താഴോട്ടേക്ക് വന്നിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. അപ്പൊ ആ ഒരു ലെവലിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ലെവലിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 3207.987 ആണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വീക്കിലിയിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് വൺ ഡേയിലേക്ക് പോവാം. വൺ ഡേയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വീക്കിലിയിൽ മാർക്ക് ചെയ്തത് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഈ ലെവല് സപ്പോർട്ട് പ്ലസ് ഒരു FEG ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായി മാർക്കറ്റ് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു പ്രൈസിനെ നമ്മൾ ഒന്നുകൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 3166.045, അതുപോലെ 3087.622 ആണ്. അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്, അതിനെയും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് 3050.116, അതുപോലെ 2958.054 ആണ്. മുകളിലോട്ട് വരുന്ന സമയത്ത് ഒരു ചെറിയൊരു ഇംബാലൻസ് ഈ ലെവലിൽ കാണാം. ആ ലെവലിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ചെറിയൊരു ഇംബാലൻസ് ആണ്, പക്ഷെ പവർഫുൾ ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ആ ഒരു ഇംബാലൻസ്, ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 3277.538, അതുപോലെ തന്നെ 3268.655 ആണ് വരുന്നത്. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു ഏരിയ തന്നെയാണ്. അത് നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല. 4 ഹവറിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് അവിടേക്ക് റീടെസ്റ്റ് വന്നിട്ടുണ്ട്. റീടെസ്റ്റ് വന്നിട്ടും അത്യാവശ്യം മോശമില്ലാത്തൊരു ലെവലിലേക്കാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പൊ നെക്സ്റ്റ് ഒരു ടാർഗറ്റ് 4 ഹവറിൽ ഈ ലെവലിൽ തന്നെയായിരിക്കും, ഈ FEG ലെവൽ തന്നെയായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അതിനു മുന്നേ 4 ഹവറിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ മാർക്ക് ചെയ്യാനുണ്ട്. ഈ ഒരു ലെവല് വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. പലതവണ മാർക്കറ്റ് ഈ ലെവലിലേക്ക് വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലെവല് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 3361.928 ആണ്. അതുപോലെ 3320.843 ആണ്. ഇനി അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ലെവലൊക്കെ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാണ്. അപ്പൊ വീണ്ടും അത് പറയുന്നില്ല. ഇനി നമുക്ക് 1 ഹവറിൽ പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 1 ഹവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ലെവലിൽ ഒരു നല്ല ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ആ ഒരു ലെവലിനെ മാർക്ക് ചെയ്യുന്നുണ്ട് 1 ഹവറിൽ. നോക്കിയാൽ കാണാം, അവിടെയും മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്ത് നല്ലൊരു സപ്ലൈ ഒക്കെ തന്നാണ്. ഇവിടെ നിന്ന് വലിയൊരു സപ്ലൈ തന്നാണ്. ഈ ഒരു മൂവ്മെന്റ് തന്നതൊക്കെ ഇവിടെ നിന്നാണ്. അപ്പൊ ആ ഒരു ലെവലിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 3440.765, അതുപോലെ 3410.785 ആണ്.
ഇനി നമുക്ക് 1 അവറിന്റെ എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 1 അവറിലുള്ള എൻട്രി സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നല്ലൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈ ടൈം ഫ്രെയിമിന്റെ സപ്പോർട്ട് എടുത്തിട്ട് ഒരു FVGനെ ബീറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള അടുത്തൊരു ചാൻസ് എന്ന് പറയുന്നത് നേരത്തെ കാണിച്ചിരിക്കുന്ന ഈ ലെവൽ തന്നെയാണ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ FVG തന്നെയാണ്. ഈ FVGയിൽ നിന്ന് ഒരു പക്ഷേ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഒരു വീക്ക് റീടെസ്റ്റ് ആണ് ഇറങ്ങുന്നതെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഈ ലെവലിലേക്ക് എത്താം. അല്ലെങ്കിൽ അതിന് മുന്നേ ക്രിയേറ്റ് ചെയ്യുന്ന ഇവിടെ ചിലപ്പോൾ ഈ ഒരു ഇതിലൊക്കെ ചിലപ്പോൾ നല്ലൊരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ബ്രേക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ റെസിസ്റ്റൻസിലേക്ക് എത്താം. അങ്ങനെയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോവാം. മുകളിലോട്ട് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നല്ലൊരു FVG ഉണ്ട്. ആ ഒരു FVGയിൽ നിന്ന് ഒരു പക്ഷേ വീണ്ടും താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങാം. ഇറങ്ങുന്ന സമയത്ത് ഒരു റീടെസ്റ്റ് കിട്ടുന്നത് ഇപ്പോൾ അതിന് മുന്നുണ്ടായ ഡേ FVGയുടെ ഇതിലേക്കായിരിക്കാം റീടെസ്റ്റ് കിട്ടുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് അടുത്തൊരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്താം. റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരുപക്ഷെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഇതെല്ലാം അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നിട്ട് ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ വീണ്ടും വരികയാണെങ്കിൽ ഈ മുകളിലോട്ട് കയറി പോകുന്ന ലെവലിൽ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്കായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്ന ഈ ലെവലാണ്. ആ ലെവലിലേക്കും എത്താനുള്ള സാധ്യത ഉണ്ട്. ഡെഫിനറ്റ്ലി അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് എയിം ചെയ്യുന്നത് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം ഈ ഒരാഴ്ചയിലെ കീ ഏരിയാസിൽ പ്രധാനപ്പെട്ട കീ ഏരിയാസ് ആണ് മുകളിലോട്ടുള്ളത്. ഇനി താഴോട്ടേക്കുള്ളത് നമുക്ക് നോക്കാം. താഴോട്ടേക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യണം. ലോയിനെ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യണം. സസ്റ്റെയിൻ ചെയ്യാൻ മീൻസ് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് തന്നെ അത്യാവശ്യം വരണം. വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോയിട്ട് ഈ ഒരു സപ്പോർട്ട് ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്ന സപ്പോർട്ടിന്റെ ബോർഡറിൽ നിന്നിട്ട് വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോവാം. അതിനുള്ളിൽ ഒരു ചെറിയ തടസ്സം എന്ന് പറയുന്ന ഈ ലൈനാണ് നമ്മൾ വരച്ചിരിക്കുന്ന വീക്കിലിയിലുള്ള ഒരു സപ്പോർട്ട് ലൈനാണ്. ആ ഒരു സപ്പോർട്ട് ലൈനിൽ നിന്നും ചിലപ്പോൾ ഒരു വലിയ വീഴ്ച വരാം. വലിയ വീഴ്ച വന്നു കഴിഞ്ഞാൽ വീണ്ടും കണ്ടിന്യൂഷൻ കിട്ടാം. അല്ല അതിനും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ഇതിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ടാർഗറ്റുകളൊക്കെ അതുപോലെ തന്നെ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒന്നുകൂടി ഇറങ്ങിയിട്ട് ഈ ലെവലിലേക്ക് വീണ്ടും ഇറങ്ങാം. ഈ ലെവലിലേക്ക് ഇറങ്ങിയതിനു ശേഷം ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് കുറച്ചു നേരം ഇവിടെ നിന്നതിന് ശേഷം ഒന്ന് ചിലപ്പോൾ ഒന്ന് മുകളിലോട്ട് കയറി ഒരു വലിയ വീഴ്ച താഴോട്ടേക്ക് തരാം. ആ വലിയ വീഴ്ച താഴോട്ടേക്ക് തരികയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ ഒരു സാധ്യത എന്ന് പറയുന്നത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം എവിടം വരെ വരാം എന്നുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് ഏരിയാസ് ആണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ലെവലാണ്. ഓൾറെഡി അവിടെ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന്റെ തൊട്ട് താഴെ മറ്റൊരു ലെവലിലേക്ക് പോവാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാണ് അടുത്ത ലെവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു എക്സ്ട്രീം ലെവൽ അതിന്റെ താഴെ വീണ്ടും കാണുന്നുണ്ട്. അതിനെയും നമ്മളൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഈ രണ്ട് ലെവൽ തൽക്കാലം മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടേക്ക് നന്നായി വരാനുള്ള സാധ്യത ഒക്കെ കാണുന്നുണ്ട്. അതിലും പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് ഇവിടെ, അതുപോലെ ഈ ഒരു ലെവലൊക്കെ പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്. അതും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളൊക്കെ മാർക്കറ്റ് വരുമോ എന്നുള്ള സംശയമുണ്ട്. പക്ഷെ പറയാൻ കഴിയില്ല. ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. ഒരു ദിവസം 1000 പിപ്പൊക്കെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ ലെവലുകളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം സപ്പോർട്ടായിട്ട്. എന്നിട്ട് അതിന്റെ പ്രൈസ് ഒന്ന് മാർക്ക് ചെയ്തിടാം. കാരണം ഒരു പക്ഷെ അങ്ങോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ആദ്യത്തെ ലെവലിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 2918.230, അതുപോലെ തന്നെ 2879.395, അതുപോലെ രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് 2850.818, അതുപോലെ 2818.577, അതുപോലെ തന്നെ അതിന്റെ താഴെയുള്ളത് 2729.182, അതുപോലെ തന്നെ 2696.208 ആണ്. ഇവിടേക്ക് വരുമെന്നുള്ള ഉറപ്പൊന്നുമില്ല. എന്നിരുന്നാലും നമ്മൾ പ്രധാനപ്പെട്ട കീ ഏരിയാസ് മാർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ബേസ് ചെയ്തതിനു ശേഷം മാത്രമാണ് ട്രേഡ് എടുക്കാൻ ശ്രമിക്കേണ്ടത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വലിയ വീഴ്ച ഇല്ലെങ്കിൽ, അതായത് ഇവിടെ വന്നിട്ട് വലിയൊരു വീഴ്ച ഇല്ലെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് ഒന്നും ഒരു ചെറിയ ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ടും തരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഇത് നോക്കിയാൽ കാണാം ഈ ഒരു ലെവലിൽ നിന്നാണ് മാർക്കറ്റ് വലിയൊരു ഡിമാൻഡ് മുകളിലോട്ട് ക്രിയേറ്റ് ചെയ്ത് പോയത്. മാത്രമല്ല അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡിലേക്കുള്ള ഒരു മൊമെന്റ് കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് തന്നിട്ട് മുകളിലോട്ട് വീണ്ടും പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കുക.
അപ്പൊ അതുകൊണ്ട് ഈ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കൺഫർമേഷൻ വേണം. മുകളിലേക്കായാലും താഴോട്ടേക്കാണെങ്കിലും ക്ലിയർ ആയിട്ട് കൺഫർമേഷൻ വേണം. അപ്പൊ ഇതാണ് അടുത്ത ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും സൂക്ഷിച്ചും കണ്ട് തന്നെ ട്രേഡ് എടുക്കുക. ഈ ഏരിയാസിലേക്ക് മാർക്കറ്റ് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.